മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് SFIO കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി നടപടി. പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് S. ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, തെരഞ്ഞെടുപ്പ് ചൂടിനിടെയാണ് ഈ വരുന്ന വാർത്ത. ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. ഇനിയുള്ള നടപടി എന്താണ്? ഇത് അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ കേസിൽ ECIR എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തത് എന്ന് വ്യക്തമാകുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവർ രജിസ്റ്റർ ചെയ്ത കേസിന്റെ ചുവട് പിടിച്ചാണ് ECIR ED എടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം, അതോടൊപ്പം CMRL, ഒപ്പം KSCDC അടക്കം ഏതാണ്ട് 12 സ്ഥാപനങ്ങളും വ്യക്തികളും സംഘടനകളും അടക്കമുള്ളവർ ഈ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നതും. നേരത്തെ ഇൻറ്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുകൾക്ക് ആ റിപ്പോർട്ടിന് പിന്നാലെ പ്രാഥമിക വിവരശേഖരണം ED നടത്തിയിരുന്നു. ഈ റിപ്പോർട്ട് ഡൽഹിയിലേക്ക് അയക്കുകയും അവിടെ നിന്നും ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുമതി കിട്ടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അവരിപ്പോൾ ECIR രജിസ്റ്റർ ചെയ്തത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇനി വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായവർക്ക് നോട്ടീസ് നൽകും ED. ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ചോദ്യം ചെയ്യും. രേഖകൾ പിടിച്ചെടുക്കൽ, റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവുകയും ചെയ്യും. SFIO അന്വേഷണം ഒരു സൈഡിൽ നടക്കുമ്പോഴാണ് ഇപ്പോൾ ED കൂടി രംഗപ്രവേശം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കാലമാണ്. സ്വാഭാവികമായും CAA അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തി ഒരു എഡ്ജ് ഉണ്ടാക്കാൻ LDF ശ്രമം നടത്തിയിരുന്നു. ആ വിഷയം തന്നെയാണ് മുന്നിൽ നിർത്തി LDF മുന്നോട്ട് പോയതും. പക്ഷേ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ കൂടി ഉൾപ്പെട്ട വിഷയം ഉയർന്നു വരുന്നതോടെ LDF പ്രതിരോധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ കോൺഗ്രസ് ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. UDF-ഉം BJP-യും ഒക്കെ തന്നെ ഈ വിഷയം ഏറ്റെടുത്തു കഴിയുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ നോട്ടീസ് കൂടി കൊടുത്ത് അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ അത് ചർച്ചകളിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറാനും സാധ്യതയുണ്ട്. വലിയ പ്രതിരോധത്തിലേക്ക് LDF-നെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. എന്തായാലും ED അവരുടെ നടപടിയിലേക്ക് വൈകാതെ കടക്കും. നോട്ടീസ് അയക്കൽ ഉണ്ടാകും ഉടൻ എന്ന് വ്യക്തമാകുന്നുണ്ട്. ശരി, മാസപ്പടിയിൽ കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് S. ശ്രീകാന്താണ്.